ഹായ് ഫ്രണ്ട്സ്, സിയസറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ രണ്ട് ഔഷധികളാണ് മൈലാഞ്ചി, യശങ്ക്. മൈലാഞ്ചി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം മൈലാഞ്ചിയുടെ പല ഗുണങ്ങളും. നമ്മൾ തലയിൽ തേക്കാനും അതുപോലെ മൈലാഞ്ചി ഡിസൈൻ ഇടാനും ഒക്കെ ഉപയോഗിക്കും. ഞാൻ തന്നെ മൈലാഞ്ചിയുടെ ഒരു ഹെന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈലാഞ്ചിക്കുള്ള മറ്റ് ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. മൈലാഞ്ചിയുടെ സയൻറ്റിഫിക് നെയിമാണ് ലസോണിയ ഇനർമിസ്. മൈലാഞ്ചിയുടെ രോഗപ്രതിവിധികൾ നോക്കാം. രക്തദൂഷ്യം, കുഴിനഖം, ആർത്തവ ക്രമക്കേട്, കുഷ്ഠം, സിഫിലിസ്, ബുദ്ധിമാന്ദ്യം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകത: ഒരു കുറ്റിച്ചെടിയായി വളരുന്ന മൈലാഞ്ചി ശാഖോപശാഖകളായി 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ചെടിയാണ്. മൈലാഞ്ചിയുടെ വിത്ത് വീണാണ് തൈ കിളർക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ ഇലകളും കൊലയായി പൂക്കുന്ന പൂക്കളും കായ്കളും ഉണ്ട്. മൈലാഞ്ചിയുടെ ഇല ഉണക്കിപ്പൊടിച്ച് മൈലാഞ്ചിപ്പൊടി ഉണ്ടാക്കുന്നു. മൈലാഞ്ചിപ്പൊടി കയ്യിൽ അരച്ചിടുന്നതിനും മുടിക്ക് കറുപ്പ് നിറമേകാനും മറ്റും ഉപയോഗിക്കുന്നു. മുടിക്ക് കറുപ്പ് നിറം വരാൻ നമ്മൾ മൈലാഞ്ചിക്കൊപ്പം കാപ്പിപ്പൊടി ഒക്കെ ഉപയോഗിക്കാറുണ്ട്. മൈലാഞ്ചിയുടെ ഇല, പൂവ്, കായ്കൾ എല്ലാം തന്നെ ഔഷധമൂല്യമുള്ളതാണ്. സസ്യം എവിടെ വളരുന്നു നോക്കാം. എല്ലായിടത്തും ഒരുപോലെ വളരുന്ന ചെടിയാണ് മൈലാഞ്ചി. ഇതൊരു കുറ്റിച്ചെടിയായാണ് വളരുന്നത്. പ്രത്യേകമായ ഒരു പരിചരണവും കൂടാതെ നല്ലവണ്ണം തഴച്ചു വളരുന്ന ഒരു ഔഷധസസ്യമാണ് മൈലാഞ്ചി. ഇത് ഏത് പരിതസ്ഥിതിയിലും കാലാവസ്ഥയിലും വളരുന്നു. ശാഖോപശാഖകളായി വളരുന്ന ഈ സസ്യം ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്നു. പല വീടുകളിലും ഇത് വെച്ചു പിടിപ്പിക്കാറുണ്ട്. മൈലാഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ നോക്കാം. മൈലാഞ്ചി ഒരു ഉത്തമ സൗന്ദര്യവർദ്ധക വസ്തുവാണ്. സൗന്ദര്യവർദ്ധക കഴിവ് കൂടാതെ തന്നെ ത്വക്ക് രോഗങ്ങളെ ഭേദപ്പെടുത്തുവാനും മൈലാഞ്ചിക്ക് കഴിയുന്നു. നമ്മുടെ ത്വക്ക്, നഖം, മുടി ഇവയുടെ സൗന്ദര്യം കൂട്ടുന്നതിനായി ഈ സസ്യം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം മാറുന്നതിനായി മൈലാഞ്ചി കഷായം വെച്ച് കഴിക്കാറുണ്ട്. നാടൻ ചികിത്സാ രീതിയിലെ ഉത്തമ ഔഷധമാണ് മൈലാഞ്ചി. മുടി വളർച്ചയ്ക്കും അഴകിനും ത്വക്ക് രോഗങ്ങൾക്കും മുഖ സൗന്ദര്യത്തിനും ബുദ്ധിപരമായ ഉണർവിനും ഒരു ഉത്തമ ഔഷധമായി മൈലാഞ്ചി ഉപയോഗിക്കുന്നു. അടുത്ത ഔഷധം നോക്കാം. യശങ്ക്. യശങ്കിന്റെ സയന്റിഫിക് നെയിമാണ് അസീമ ടെട്രാകാന്ത. യശങ്കിന്റെ രോഗപ്രതിവിധികൾ നോക്കാം. പ്രമേഹം, പിത്തം, വാതം, അതിസാരം, നീര്, കുട്ടികളിൽ ഉണ്ടാകുന്ന ക്ഷയം, ചുമ, ശോഷം എന്നീ രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധി. ചെടിയുടെ പ്രത്യേകതകൾ: ചുറ്റി പടർന്നു വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് യശങ്ക്. സസ്യത്തിന്റെ പർവ്വസന്ധിയിൽ നിന്നും മുള്ളുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. ഇതേ പർവ്വസന്ധിയിൽ നിന്ന് തന്നെ ഇലകളും ഉണ്ടാകും. ഇലകൾക്ക് ദീർഘവൃത്താകാരമാണ്. അഗ്രഭാഗം കൂർത്തിരിക്കും. പത്രകക്ഷത്തിൽ നിന്നും പൂങ്കുല ഉണ്ടാകും. പൂക്കൾക്ക് പച്ച കലർന്ന വെള്ള നിറമാണ്. ഇവ ചെറിയ പുഷ്പങ്ങളാണ്. ഇതിൽ ഫലങ്ങളുണ്ടാകും. ഫലത്തിനകത്ത് ഒറ്റ വിത്ത് മാത്രമേ ഉള്ളൂ. ഈ സസ്യത്തിന്റെ എല്ലാ ഭാഗവും ഔഷധയോഗ്യമാണ്. സസ്യം എവിടെ വളരുന്നു നോക്കാം. സസ്യം കടലോര പ്രദേശങ്ങളിലും മറ്റുമാണ് കൂടുതലായി വളരുന്നത്. ഔഷധ ഗുണങ്ങൾ: പ്രസവരക്ഷയ്ക്കും മറ്റും ഈ ഔഷധ സസ്യം ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇല ആസ്മ, കഫക്കെട്ട്, ചുമ എന്നിവയെ ദൂരീകരിക്കുന്നു. വേര് പാദത്തെ ശമിപ്പിക്കുന്നു. കഫ ശമനത്തിൽ ഇതിന്റെ തൊലിയും ഇലയും കൂടിയോ സസ്യഭാഗം മുഴുവനുമായോ കഷായം വെച്ച് കഴിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അടുത്ത ഔഷധികളൊക്കെ കാണാം. കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യണം. പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. താങ്ക് യു.